അസ്സലാമു അലൈക്കും. അബ്ദുല്ല കാസർഗോഡാണ്. സഹോദരന്മാരെ, എൻ്റെ ഈ വീഡിയോ വിൽക്കുന്നവരോട് എനിക്ക് പറയാനുണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഈ ബീഹാറിലെ ഇലക്ഷനൊക്കെ കഴിഞ്ഞില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസ്സൊക്കെ അവിടെ തുന്നം പാറി വിജയിക്കും ഞങ്ങൾ തൂത്ത് വാരും എന്നൊക്കെ പറഞ്ഞ് തൂത്തിട്ട് വാറ്റിയതൊക്കെ മറ്റ ആളാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വലിയ രാഷ്ട്രീയം പറയാനൊന്നും അറിയില്ല. പക്ഷേ നമ്മളിപ്പോൾ ഒരു 10-65 കൊല്ലമല്ലോ ഈ ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ച് ജീവിക്കുന്നത്. അപ്പോൾ സാധാരണ രാഷ്ട്രീയത്തിൽ എന്ന് വെച്ചാൽ നിലപാടിൽ മുൻകാലങ്ങളിൽ കോൺഗ്രസ് മാത്രമേ ഇവിടെ നമ്മൾ ഇന്ത്യ രാജ്യത്ത് ഒരു വലിയൊരു പാർട്ടി ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ മറ്റുള്ള മുസ്ലിങ്ങളും ന്യൂനപക്ഷങ്ങളൊന്നും ഇവിടെ പാടില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ ഒരുപാട് കാലങ്ങളിൽ ഇങ്ങനെ ഈ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ എങ്ങനെ എന്ത് ചെയ്യണം, ഇല്ലായ്മ ചെയ്യണം, എങ്ങനെ ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അവർ അഹോരാത്രം പ്രവർത്തിക്കുകയായിരുന്നു. പക്ഷെ 100 കൊല്ലം കഴിഞ്ഞെങ്കിലും അവർക്ക് അതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചു. കാരണം ഒരു 100 കൊല്ലം വരെ അവർ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഏകദേശം ഒരു 100 കൊല്ലത്തിനടുത്ത് ആയിപ്പോൾ. ഒരു 10 കൊല്ലമായിട്ട് ഇപ്പോൾ അതിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ ഇപ്പോൾ നമ്മളെ രാജ്യത്ത് പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ പ്രാബല്യത്തിൽ വരുത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, നടപ്പിൽ വരുത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് 50-60 കൊല്ലത്തോളം ഇന്ത്യ രാജ്യം 55 കൊല്ലത്തോളം ഇന്ത്യ രാജ്യം ഭരിച്ച കോൺഗ്രസ്സിന് നല്ലപോലെ അറിയുന്ന കാര്യങ്ങളാണ് ഈ രാഷ്ട്രീയമൊക്കെ. അപ്പോൾ ഈ ഇത്രയും കാലം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടായ ഈ ഒരു വിഭാഗത്തിൻ്റെ പ്രവർത്തനം കോൺഗ്രസ്സിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ല. അപ്പോൾ കോൺഗ്രസ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് യഥാർത്ഥത്തിൽ ഇവരെപ്പോഴും ഈ ഇരുന്നിടത്തുനിന്ന് ഞങ്ങൾ വിജയിക്കും, ഞങ്ങൾ ഭരിക്കും, ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് പറയുന്നതല്ലാതെ കണ്ട് സാധാരണ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു ഭരണപക്ഷം ഒരു പ്രതിപക്ഷം, ഇതാണ് രാഷ്ട്രീയം. ഒരു ഭരണപക്ഷത്തിരിക്കുമ്പോൾ ഒരു പ്രതിപക്ഷത്തിരിക്കുന്നവർ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ത്യൻ്റെ ഭരണഘടനക്കനുസരിച്ചിട്ട് പോവാത്ത ഒരു ഗവൺമെൻറ്റിനെ കാണുമ്പോൾ അത് ജനങ്ങളിലെത്തിക്കാൻ ഒരുപാട് പ്രയത്നങ്ങളുണ്ട്. അതവർ പറഞ്ഞു കൊടുക്കണം, ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഒരു ഇലക്ഷത്തിന് തോറ്റാൽ പിന്നത്തെ ഇലക്ഷൻ 5 കൊല്ലം കഴിഞ്ഞ് വരുമ്പോഴേക്ക് ജനങ്ങളെ ബോധവൽക്കരിച്ചിട്ട് അടുത്ത ഭരണത്തിലേക്ക് കയറാനുള്ള ഒരു പരിശ്രമം കൂടുതലുണ്ടാവണം. ഇതൊക്കെയാണ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. ഞാനിത് ചുരുക്കി പറയാമെന്ന്, കാരണം വെച്ചെങ്കിൽ ഒരുപാട് വീഡിയോ നീളുന്നത് കൊണ്ട് ചുരുക്കിയ വീഡിയോ കാണാൻ എല്ലാവർക്കും താല്പര്യമുള്ളൂ. അതുകൊണ്ട് കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ചുരുക്കി പറയാം. ഈ ഇന്ത്യ രാജ്യത്ത് ഇന്നിപ്പോൾ ഈ കോൺഗ്രസ് അടുത്ത് ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ 15ാമത്തെ കൊല്ലം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഭരണത്തിൽ തീരെ പുറത്തായിട്ട്. നാളെ പോകും തോറും കോൺഗ്രസ്സിനെ ഓരോ സ്റ്റേറ്റിൽ നിന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കിട്ടിയ സീറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണം എന്ത്? യഥാർത്ഥത്തിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന സന്ദർഭത്തിൽ മറ്റുള്ള ജനങ്ങൾക്ക് അതിൻ്റെ പോരായ്മകൾ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ നിലപാട് ശരിയല്ലെങ്കിൽ ഇത് ഇന്ന പോലെ എന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് സാധാരണ വേണ്ടത്. അപ്പോഴാണ് ജനങ്ങൾ ബോധവാന്മാരായിട്ട് പിന്നത്തെ ഇലക്ഷൻ വരുമ്പോൾ അവർ അതിന് തിരിഞ്ഞ് മറ്റേ ഗവൺമെൻറ്റിനെതിരായിട്ട് അവർ പ്രവർത്തിക്കും, പുതിയ ഗവൺമെൻറ്റിനെ കയറ്റുകയൊക്കെ ചെയ്യൽ സാധാരണയാണ്. പക്ഷേ ഇന്നിപ്പോൾ ഇന്ത്യയിൽ കാണുന്നത് എന്താണ്? നമ്മൾ ഒരുപാട് വർഗീയം പറയുന്നു, അവർ അതിനുള്ള എല്ലാ തന്ത്രങ്ങളും മെയ്യുന്നു. ഒരു ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ മറ്റൊരു സ്റ്റേറ്റ് എങ്ങനെ പിടിക്കണമെന്ന് അവർ തന്ത്രം മെയ്യുന്നു. ഇതൊക്കെ കാണുന്ന സന്ദർഭത്തിൽ നമ്മൾ കോൺഗ്രസിൻ്റെ ആളുകൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവരിങ്ങനെ പരാജയപ്പെടുന്നതിൻ്റെ കാരണം എന്ത്? ഇവർ ആകമാനം ഉള്ളത് തന്നെ ഒരു കന്യാകുമാരി മുതൽ ഒരു ജമ്മു വരെയുള്ള ഒരു യാത്ര രാഹുൽ ഗാന്ധി, പിന്നെ നാടുകിടി ഭരണഘടനയുടെ ഒരു ബുക്ക് ഇങ്ങനെ ഉയർത്തി കാണിക്കും. ഇതാ ഞാനിത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്, ഇതിനാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഇത് എന്തിനു പ്രവർത്തിക്കുന്നതെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് എന്തറിഞ്ഞു? നമ്മൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് രാഷ്ട്രീയപരമായിട്ട് പലതും അറിയുന്നവരാണ്, പ്രവർത്തിക്കുന്നവരാണ്, മനസ്സിലാക്കിയ ആളുകളാണ്. അതുപോലെ എല്ലാ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നുള്ള കാര്യങ്ങൾ മറ്റുള്ള സ്റ്റേറ്റിൽ നടക്കുന്ന. അപ്പം അങ്ങനെയാണ് ഈ രാഷ്ട്രീയം മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഈ രാഷ്ട്രീയം മനസ്സിലാക്കി കൊടുക്കേണ്ടടുത്ത് നമ്മുടെ രാഹുൽ ഗാന്ധി ഇന്ത്യ ഒട്ടൊക്കെ നടക്കുന്നു. പിന്നെ ഒരു ബുക്ക് ഇങ്ങനെ കാട്ടിയിട്ട് ഇതാ ഭരണഘടന എൻ്റെ കയ്യിൽ, ഇതിനാണ് ഞാൻ പ്രവർത്തിക്കുന്നതെന്ന് പറയുമ്പോൾ എവിടെയാണ് ഈ കേരളത്തിനെ പോലത്തെ സ്റ്റേറ്റ് അല്ലാത്ത മറ്റ് സ്ഥലം കർണാടക, കേരളം, തമിഴ്നാട്, ഇതൊക്കെ ഓക്കെ കുറച്ചും കൂടെ മനസ്സിലാവും. മറ്റുള്ള സ്റ്റേറ്റാണെങ്കിൽ കൂടുതലും വിദ്യാസമ്പന്നരാണെങ്കിൽ അവരൊക്കെ ഈ BJP വേണ്ടി പ്രവർത്തിക്കുന്നവർ. അതുപോലെ തന്നെ വിദ്യാസമ്പന്നരാണെങ്കിൽ അവരൊക്കെ നല്ല സാമ്പത്തിക ശേഷിയുള്ളവരും കൂടിയാണ്. അവരെ കീഴിൽ പണിയെടുക്കുന്നവരാണ് ഒരുപാട് ജനങ്ങളൊക്കെ.
അങ്ങനെയൊക്കെ പണിയെടുത്ത് ജീവിക്കുന്ന ജനങ്ങളെ വോട്ട് എന്തില്ലെങ്കിലും വോട്ട് അങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ട് നമുക്ക് തോന്നുന്ന, അങ്ങനെ വോട്ട് കിട്ടുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ജനങ്ങളെ ബോധവൽക്കരിക്കാതെ കണ്ട് അവർക്ക് എങ്ങനെയാണ് ഈ ഭരണഘടനയുടെ ബുക്ക് കാണിച്ചാൽ ഈ വിദ്യാസമ്പന്നരല്ലാത്ത ആളുകൾ, ഇവരൊക്കെ മറ്റുള്ളവർ കീഴിൽ തൊഴിൽ ചെയ്യുന്ന ആളുകളാണ് ഒരുപാട് ആളുകൾ, അവർക്കൊക്കെ വോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ വോട്ട് കൊടുത്തില്ലെങ്കിൽ നാളെ ചിലപ്പോൾ അവർക്ക് തൊഴിൽ കിട്ടിയില്ലെന്ന് വരും. അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ മുന്തിയ ജാതിക്കാർ, താണ ജാതിക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് ജീവിക്കുന്ന ഒരു അവസ്ഥാവിശേഷം അത് മറ്റേ വടക്കേന്ത്യയിലൊക്കെ കൂടുതലുള്ളതെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ കുറച്ച് വേർത്തിട്ട് മനസ്സിലാക്കി അല്ലാതെ കണ്ട് ഈ ഭരണഘടനയുടെ ബുക്കും ഇങ്ങനെ ഉയർത്തിക്കാട്ടിയിട്ട് രാഹുൽ ഗാന്ധി ഇതാ ഞാൻ ഭരണഘടനയും കൊണ്ട് നടക്കുന്നത് പറഞ്ഞാൽ എവിടെയാണ് ഈ ഇലക്ഷനിൽ വോട്ട് കിട്ടുന്നത്? അതുപോലെ തന്നെ അവർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ പ്രവർത്തനം തീരെയില്ല എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ രാഹുൽ ഗാന്ധിൻ്റെ പങ്ങളൊക്കെ ഇങ്ങനെ പോയിട്ട് കുറേ മീറ്റിങ്ങൊക്കെ നടക്കുമ്പോൾ ഭയങ്കര ആൾ കൂടി എന്നൊക്കെ പറയുന്നത് അതിനെ കൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം ആളൊക്കെ ഓരോ പാർട്ടിക്കാരെയും അപ്പുറം ഇപ്പുറം മനസ്സിലാക്കാൻ വേണ്ടി ജനങ്ങൾ കൂടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടൊന്നും വോട്ട് കിട്ടുമെന്ന് വിശ്വസിച്ചിട്ട് നിന്നാൽ എങ്ങനെയാണ് വോട്ട് പിടിക്കാൻ പറ്റുന്നത്? ഇവർ എല്ലാ സ്ഥലങ്ങളിലും ചെയ്യുന്നത് അത് തന്നെയാണ്. ഇങ്ങനെ ജനങ്ങൾ കൂടിയ കണ്ടെങ്കിൽ ഇതാ ഞങ്ങൾ തൂത്തുവാരും എന്ന് പറയും. ഇലക്ഷൻ കഴിയുമ്പോഴേക്ക് തൂത്തുവാരുന്നില്ല, ഒന്നുമില്ല. അവിടെ ഇലക്ഷൻ ബൂത്തിൽ ആളുണ്ടാവില്ല. അതാണ് അവസ്ഥ. ഇപ്പോൾ കണ്ടില്ലേ, ഇലക്ഷൻ കഴിഞ്ഞിട്ടായിട്ട് ബാലറ്റ് പേപ്പറിൻ്റെ ഇത് ഇലക്ഷൻ്റെ സാമഗ്രിയെല്ലാം കൊണ്ടുപോകുന്നു. ചിലപ്പോൾ കൂട്ടത്തിൽ അതിൻ്റെ സാധനമൊക്കെ കൊണ്ടുപോകുന്നത്. കാരണം നമ്മളെ നാട്ടിലൊക്കെ വണ്ടി ഈ ബംഗാളികൾ പണിയെടുത്തിട്ട് പോകുന്ന സമയത്ത് വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ട് പോകുമ്പം അവർ കൈക്കോട്ടിട്ട് കസക്കെടുത്തിട്ട് പോകുന്നത്. അതുമാതിരിയാണ് ഈ ഇലക്ഷൻ്റെ ഇപ്പോൾ കാണുന്നുള്ളത്. അവിടെ നിന്ന് ബാലറ്റ് പെട്ടിയും അതും ഇതെല്ലാം കൊണ്ടിങ്ങനെ നടത്തിയിട്ട് പോകുന്നതാണ് കാണുന്നത്. ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നത്? അവിടെ നിന്ന് പ്രവർത്തകരില്ല എന്നുള്ളതിൻ്റെ അതിൻ്റെ അർത്ഥം. അല്ലാതെ കണ്ട് ഈ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നാടിടി നടന്നുകൊണ്ട് എങ്ങനെയാണ് ഈ രാജ്യം പിടിക്കാൻ പറ്റുന്നത്? ഇപ്പോൾ നമ്മൾ കേരളത്തിലേക്ക് തന്നെ നമുക്ക് വരാം. കേരളത്തിൽ ഇപ്പം ഇരിക്കുന്ന എങ്ങനെ? കാരണം കേരളത്തിൽ കൂടുതലുള്ളത് മാർക്സിസ്റ്റും കോൺഗ്രസും ആണുള്ളത്. ഈ കേരളത്തിൽ ഈ പറയുന്ന പോലെ ഞാൻ ഇതിനു മുമ്പ് കുറേ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു. കേരളത്തിൽ എന്താണ് പ്രവർത്തനമുള്ളത്? കുറച്ചും മുസ്ലിം ലീഗ് എന്നൊരു സംഭവം ഈ കോൺഗ്രസിൻ്റെ ഒന്നിച്ചുള്ളത് കൊണ്ട് മാത്രം കോൺഗ്രസ് ഇവിടെ പിടിച്ചു നിൽക്കുന്നല്ലാണ്ട് കോൺഗ്രസ് ഇവിടെയും ഇല്ല. ലീഗ് വിടുകയാണെങ്കിൽ ഇല്ല, ഉറപ്പാന്നത്. അതിപ്പോൾ ഞാനൊരു ലീഗുകാരനാണ്. ഞാനതുകൊണ്ട് ഞാനിങ്ങനെ ലീഗിനെ വിമർശിക്കാനോ അല്ലെങ്കിൽ കോൺഗ്രസിനെ വിമർശിക്കാനോ പറയുന്നതല്ല. അപ്പോൾ ജനങ്ങളുടെ ഉത്ബുദ്ധരാക്കണം, ബോധവാന്മാരാക്കണം. അന്നെങ്കിലേ രാജ്യം പിടിക്കാൻ പറ്റുള്ളൂ, സ്റ്റേറ്റ് പിടിക്കാൻ പറ്റുള്ളൂ. എന്നല്ലാതെ കണ്ട് ഒരു പഞ്ചായത്ത് ഇലക്ഷൻ ജയിച്ചാൽ മതി. ആ പഞ്ചായത്ത് ഇലക്ഷൻ ജയിച്ചിട്ട് ഏതെങ്കിലും ഒരു 10 വാർഡ് പിടിച്ചാൽ പറയും ഇനി ഞങ്ങൾ എല്ലാം തൂത്തുവാരി എന്നിട്ട് മിണ്ടാണ്ടൊക്കെ പിന്നെ മറ്റേ ഇലക്ഷൻ വരുമ്പോഴേക്കും ഇതും ഇല്ലാണ്ടായി. ഇതാണ് ഇവിടുത്തെ അവസ്ഥകൾ. അതുകൊണ്ട് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ്റെ ഇന്നത്തെ സാഹചര്യം അവർ വർഗീയം പറഞ്ഞിട്ട് പ്രചരിപ്പിച്ചിട്ട് വർഗീയമായിട്ട് ചിന്തിപ്പിച്ചിട്ട് ജനങ്ങളെ വേട്ടയാടുമ്പോൾ അതങ്ങനെയല്ലാന്ന് ഉത്ബദ്ധരാക്കിയിട്ട് മനസ്സിലാക്കി കൊടുക്കുന്ന കഴിവ് ഇവർക്കും കൂടി ഉണ്ടാവണം. ഇവരെവിടെയാണ് പ്രവർത്തിക്കുന്നത്? നിങ്ങൾ ഇന്ത്യയിലുള്ള എവിടെയെങ്കിലും നിങ്ങൾ നോക്കി എവിടെയാണ് ഒരു വാർഡ് തലത്തിലുള്ള ഒരു പ്രവർത്തനം ഉള്ളത്? ഒന്നുമില്ല. നമ്മൾ കേരളത്തിലാണോ അങ്ങനെയാണ്? ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് പോയാൽ പിന്നെ രണ്ടാമത്തെ ഇലക്ഷൻ വരുമ്പോൾ അന്ന് കയ്യും കാണിച്ചിട്ട് വരിക. ഇതന്നെ നമ്മളെ ചിഹ്നം കെട്ട അതിൽ കുത്താണ് ആയി തീർന്നു. അതുവരെ ഈ രാഷ്ട്രീയം തീർന്നു. ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ കൊണ്ട് ഈ സമുദായത്തിനോ അല്ലെങ്കിൽ രാജ്യത്തിനോ എല്ലാം ആ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തനം എന്ത് ഗുണമുണ്ടെന്ന് ഒന്നും ജനങ്ങൾ അറിയാറില്ല. നമ്മളെ നാട്ടിൽ തന്നെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ നമ്മൾ 24 കൊല്ലം പറ്റും പഞ്ചായത്ത് ഭരിച്ച് പഞ്ചായത്ത് ഭരിച്ചിട്ട് അതിന് ശേഷം ഒരു പ്രാവശ്യം പഞ്ചായത്ത് കിട്ടി. പിന്നെ ആർക്ക്? കോൺഗ്രസ്സിന് കിട്ടി. എന്നിട്ടോ ഒരു ഒപ്പിന് പോയാലും ഒരു ഒപ്പ് കിട്ടൂല. അങ്ങനത്തെ അവസ്ഥയാണ് നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇതാണ് ഇവരുടെ പ്രവർത്തനം. ഇവർ ഒരു ഇലക്ഷൻ നടക്കുന്ന സന്ദർഭത്തിൽ മാത്രം നമ്മൾ തന്നെ എന്ന് പറയും. പിന്നെ ഇവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പാർട്ടിപരമായിട്ട് ജനങ്ങൾക്ക് വേണ്ടെന്താണ്? നാടിൽ എന്തെങ്കിലും വികസനം അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ജനങ്ങൾക്ക്. ഇപ്പോൾ എൻ്റെ നാട്ടിൽ തന്നെ ഒരുപാട് ജനങ്ങളുണ്ട്. എല്ലാ കോട്ടത്തിൽ താമസിക്കുന്ന ജനങ്ങളാണ്. കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുള്ള സമയത്ത് 3 സെൻറ്റ് ജാഗ കൊടുക്കുന്ന സന്ദർഭത്തിലുണ്ടല്ലോ, ഒരു 3 സെൻറ്റ് ജാഗ കൊടുക്കേണ്ട ഫോം കൊണ്ട് കൊടുക്കാൻ പോലും നമ്മളെ പഞ്ചായത്തിൽ ആളുണ്ടായിരുന്നില്ല. ഇലക്ഷൻ വരുമ്പോൾ മാത്രം പറയും വന്നിട്ട് അത് നമ്മൾ തന്നെ കൈ തന്നെ ഏണി തന്നെ കുത്തിക്കോളും. അതുകൊണ്ട് എന്നും കൂടെ പ്രവർത്തനത്തിൻ്റെ ശൈലിയൊന്നും മാറ്റിയില്ലെങ്കിൽ കേരളത്തിൽ അടുത്ത ഭരണം ചിലപ്പം 3 കഷ്ടമായിട്ടായിരിക്കും പോലും. കാരണം കോൺഗ്രസും BJPയും മാർക്സിസ്റ്റും എന്നുള്ള 3 വിഭാഗമായിട്ടായിരിക്കും ഇപ്പോൾ ഉണ്ടാകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആ ഇതിലേക്കാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ അടിപിടിയൊക്കെ നിർത്തിയിട്ട് തമ്മിൽ ചളിവാരി എറിയുന്നില്ലേ, അതന്നെ നിർത്തണം ആദ്യം. അവിടെയാണ് പ്രശ്നമുള്ളത്. മനസ്സിലല്ലേ? സീറ്റിനും അധികാരമോഹത്തിനും വേണ്ടിയിട്ട് ഇങ്ങനെ തമ്മിൽ ചളിവാരി എറിഞ്ഞാൽ ഉള്ളതും ഉണ്ടാവില്ല. എവിടെയാണ് ഇപ്പോൾ കോൺഗ്രസ്സിൽ ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. കാരണം എവിടെയാണ് കോൺഗ്രസ്സിൽ മുസ്ലിംസിൻ്റെ പ്രവർത്തകരുള്ളത്, നേതാക്കന്മാരുള്ളത്? ആരുമില്ല. മുസ്ലിംസിന് ഇപ്പോൾ ഒന്നും കൊടുക്കണമെന്നില്ലല്ലോ കോൺഗ്രസ്. അങ്ങനെയായിട്ട് മാറിയില്ലേ? ഏതായാലും രാഷ്ട്രീയപരമായിട്ട് കുറച്ചും കൂടെ മാറി ചിന്തിച്ചില്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് BJP പറഞ്ഞ മാതിരി തന്നെ കോൺഗ്രസിന് മാർക്സിസ്റ്റിനും തുടച്ച് നീക്കും എന്നുള്ളതാണ്. പിന്നെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇല്ലാണ്ടാക്കുന്നത് അത് പിന്നെ അപ്പം നോക്കാം നമുക്ക്. ഏതായാലും ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നത്. അടുത്ത വലിയ പറഞ്ഞാൽ നിങ്ങൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അടുത്ത വീട്ടിൽ കണ്ടവർക്ക് എല്ലാവർക്കും ജയ് ഹിന്ദ്.